ഫ്രണ്ട്സ് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ കഴിഞ്ഞില്ല. എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പം വെക്കേഷൻ്റെ ലീവൊക്കെ ആയതുകൊണ്ട് ഒന്ന് രണ്ട് ആത്മീയ യാത്രയിലൊക്കെ ആയിരുന്നു. അപ്പം അത് കാരണമാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാത്തത്. ഞാൻ വീഡിയോ ഇടാത്തത് കൊണ്ട് നിങ്ങൾക്കൊന്നും പ്രശ്നമൊന്നും നിങ്ങളല്ലെങ്കിൽ അന്വേഷിക്കുന്നു അങ്ങനെയൊന്നും ഉള്ളതല്ല. എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിരുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഈ ബിഗ് ബോസ് സെറ്റിൽ പോയിരുന്നു, അവിടുത്തെ കണ്ട കാഴ്ചകളൊക്കെയാണ്. പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസം കൊണ്ട് ഞാനത് പറഞ്ഞ് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാൻ. അതുകൊണ്ടാണ് ഞാനതിൽ ഒരു 3-4 വീഡിയോ ആയിട്ട് അത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. എന്താണ് നിങ്ങൾക്കും അത് ചെറിയ ഇതാകുമ്പോൾ നിങ്ങൾക്കും അത് കാണാമല്ലോ. അല്ല മറ്റേ ഭയങ്കര ലെങ്തി ആയിട്ടൊരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടായിരിക്കും, അത്രയും സമയം കാണണ്ടേന്നുള്ളൊരു ഇത്. അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ ചെറിയ 3-4 വീഡിയോ ആയിട്ട് അത് ഇടാൻ ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ 1-2 യാത്രയൊക്കെ പോകേണ്ടതായിട്ട് വന്നു. അതുകൊണ്ടാണ് അത് ഫുള്ള് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്, ഈ വീഡിയോ ഇടുന്നത്. അവിടെ പോയതിൻ്റെ കാര്യം അത് മൊത്തം പറഞ്ഞ് തീർക്കാത്തത് കൊണ്ട് എനിക്കും അത് ഇൻകംപ്ലീറ്റ് മാതിരി തോന്നുന്നത് കൊണ്ട് അതങ്ങ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ബാക്കിയും കൂടെ പറഞ്ഞ് തീർക്കാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഇട്ട വീഡിയോയുടെ തുടർച്ചയാണ്. ഞാൻ ബിഗ് ബോസ് സെറ്റിൽ പോയിട്ട് ലാസ്റ്റ് വരെ കണ്ടത് എന്താണെന്നുള്ളൊരിതാണ്. അപ്പോൾ ഞാൻ ഉച്ച വരെ ഉള്ളത് ഞാൻ പറഞ്ഞിരുന്നു, ഉച്ച കഴിഞ്ഞുള്ളതും പറഞ്ഞിരുന്നു, മദേഴ്സ് ഡേയുടെ അന്നത്തതും അതിൻ്റെ ഒരു പാതിയോളം പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് ബാക്കി ഈ ഒരു വീഡിയോയിൽ കൂടെ മൊത്തം കംപ്ലീറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചായത്. അതെന്താണെന്ന് അത് മൊത്തം പറയാത്തതുകൊണ്ട് എനിക്ക് മനസ്സിനൊരു ഇതില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ബിഗ് ബോസ് കാണുന്നവരാണെങ്കിൽ ഇപ്പം ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ മനസ്സിലാക്കിയെടുത്തോളം നിറയെ പേര് ബിഗ് ബോസ് കാണാത്തവരായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ അവർ വിടുന്ന എപ്പിസോഡ് അങ്ങനെ കൂടെ ഇതിൻ്റെ കൂടെ പറയുന്നത് തന്നെ. അപ്പോൾ അവിടെ ഇരുന്ന് ഈ മദേഴ്സ് ഡേയുടെ കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്ന് ആ സെറ്റിലിരുന്നാണല്ലോ ഞാൻ കാണുന്നത്. അപ്പോൾ അത് നിങ്ങൾ ടി വി കണ്ടവരാണെങ്കിൽ ഈ നമ്മുടെ ശ്രീരേഖയുടെ അമ്മയെക്കുറിച്ചുള്ള ഒരു ലെറ്ററൊക്കെ കഴിഞ്ഞ് പിന്നെ റസ്മിൻ്റെ ആയിരുന്നു അമ്മയെക്കുറിച്ചുള്ള ലെറ്റർ, അമ്മയുടെ ആശംസ ഇതല്ല. അതിനുശേഷം പിന്നെ നമ്മുടെ അത് ജാസ്മിനാണെങ്കിൽ അമ്മയൊന്നും വരാത്തതുകൊണ്ടുള്ള വിഷമവും ഭയങ്കരമായിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ജാസ്മിനും അപ്സരയൊക്കെ കൂടെ അമ്മമാരുടെ കാര്യമൊക്കെ പറഞ്ഞ് കുറേ തനിയെ ഇരുന്ന് വിഷമിക്കുന്നുണ്ട്, പരസ്പരമൊക്കെ പറഞ്ഞ്. അങ്ങനെ അതിനുശേഷം പിന്നെ ആണെങ്കിൽ ലാലേട്ടനെ ഒരു ടാസ്ക് വെക്കുന്നുണ്ട്. ഈ ടാസ്ക് ആണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ ടാസ്ക് എന്ന് പറയുന്നുണ്ട്, ഈ ടാസ്ക് നടക്കുന്നുണ്ടെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്, അവിടെ സെറ്റിൽ പറയുന്നുണ്ട്. നമ്മളത് നേരിട്ട് കാണുന്നുണ്ട് അവിടെ ഇരുന്ന്, അവിടെ പോയതുകൊണ്ട് ഞാൻ. അപ്പം പക്ഷേ ഈ ടാസ്ക് നമ്മൾ ടി വിയിൽ ഒക്കെ നമ്മൾ ബിഗ് ബോസ് കാണുന്ന സമയത്ത് ഈ എപ്പിസോഡ് അവർ വിടുമല്ലോ. ഞാനിപ്പോൾ പറയുന്ന സൺഡേയിലത്തെയാണ്. ടാസ്ക് ബിഗ് ബോസ് വീട്ടിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ലാലേട്ടൻ അവരുടെ ടാസ്ക് നടക്കുന്നു പറഞ്ഞതിന് ശേഷം ഒരു ബ്രേക്ക് തന്നിട്ട് പോവുക ചെയ്യുന്നത്. ഈ ബ്രേക്കിൽ നമ്മൾ അവിടെ ഇരിക്കുക, ഞാൻ പറയുന്നുണ്ടല്ലോ, ഈ ബ്രേക്ക് സമയത്ത് നമുക്കൊക്കെ വെള്ളം വേണമെങ്കിലൊക്കെ അവർ കൊണ്ടുവന്ന് തരും. അങ്ങനെ ഉള്ള ഒരു അവിടെ നടക്കുന്ന ആ ബ്രേക്കിൽ ആ സമയത്ത് ലാലേട്ടൻ പോകുന്നുണ്ട്, അകത്ത് പോകുന്നുണ്ട്. ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് ആ ടാസ്ക് നടക്കുന്നത് ആ സമയത്ത് നമ്മളെ കാണിക്കുന്നില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ടാസ്ക് എല്ലാം കഴിഞ്ഞ് ആരാ വിന്നറായെന്നൊക്കെ ഉള്ളത് അവിടെ തന്നെ അതെല്ലാം പറഞ്ഞ് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ലാലേട്ടൻ ആ ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോഴാണ് ആരാ വിന്നറായെന്നൊക്കെ ഉള്ളതും ഏത് ടീമാണെന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ടാസ്കിൻ്റെത് അറിയുന്നത്. ഡയറക്റ്റ് നമ്മളെ അവിടെ വെച്ച് കാണിക്കുന്നില്ല. അപ്പോൾ അകത്താണെങ്കിൽ ഈ ടാസ്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ലാലേട്ടനും അകത്ത് പോയി. നമ്മൾക്ക് ആ സമയം ബ്രേക്ക് തന്നിരുന്നേ. ആ സമയത്ത് ചായ കുടിക്കാൻ ഉള്ള സമയമായിരുന്നു തോന്നുന്നു നമ്മൾക്ക് ഓഡിയൻസ്. സമയം ഏകദേശം ഒരു 6:30 ഒരു 7 മണിക്കകത്ത് 6:45 അങ്ങനെ ഇരിക്കുക. അത്രയും സമയമായി. കാര്യം ഇത് ഈ സൺഡേ എപ്പിസോഡ് തുടങ്ങിയത് തന്നെ 4 മണി കഴിഞ്ഞാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു 6-6:30 ആയി ചായയുടെ സമയം. അങ്ങനെ എല്ലാവരും ഓഡിയൻസ് എല്ലാം
വെളിയിൽ വന്നു. വെളിയെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ടിഫിനൊന്നും കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന അവിടെ പോകണ്ട, ഗേറ്റിനകത്ത് തന്നെ ഉള്ള നമ്മളങ്ങോട്ട് കയറുന്ന എൻട്രൻസിൽ തന്നെ ചായ റെഡിയായിരുന്നു. അവിടെ ചായ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തന്നെ എടുത്ത് കുടിക്കാമായിരുന്നു. പിന്നെ കൂടെ 2 സമോസ വെച്ചുണ്ടായിരുന്നു, ഒരാൾക്ക് 2 സമോസ വെച്ചുണ്ടായിരുന്നു. അങ്ങനെ ടീ ടൈം കഴിഞ്ഞു. അതിനുശേഷം അതൊരു 10 മിനിറ്റ് എങ്ങാണ്ട് ഉള്ളായിരുന്നു ആ ബ്രേക്ക്. അതിനുശേഷം പിന്നെ ഞങ്ങളെല്ലാം പോയി അകത്ത് അവിടെ ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞാണ് ലാലേട്ടൻ ആ ബ്രേക്ക് കഴിഞ്ഞ് വരുന്നത്. ആ സമയത്ത് അത് ബിഗ് ബോസ് വീട്ടിനകത്ത് ആ ഒരു ടാസ്കും കഴിഞ്ഞു. അപ്പോൾ ഇതാണെങ്കിൽ അതിൽ ഈ വൈറ്റ് ടീഷർട്ടായിരുന്നു ഇട്ടിരുന്നത്. അതിൽ പോയി ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഉമ്മ കൊടുക്കണം. അപ്പോൾ ഈ ചുണ്ടിൻ്റെ പാട് വരുന്നു. അപ്പോൾ എത്ര കൂടുതലുണ്ടാവും അതിൻ്റെ ഇതായിരുന്നു. അപ്പോൾ അകത്തത് നടന്നുകൊണ്ടിരുന്നു. പിന്നെ അതിന് ശേഷം ഈ ബ്രേക്ക് കഴിഞ്ഞു. ഇവിടെ ഞങ്ങൾ വന്നിട്ട് ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിരുന്നു. ലാലേട്ടൻ വന്നു. അതിനുശേഷം ഇവരെ എല്ലാം ബിഗ് ബോസ് വീട്ടിനകത്ത് കാണിച്ചു, ആ ടീമിനെ എല്ലാം. അപ്പോൾ അതിലാണ് ജയിച്ചത്. കൂടുതൽ വന്ന് ഈ നമ്മുടെ സായിയുടെ ടീഷർട്ടിലായിരുന്നു കൂടുതലും ഈ ചുണ്ടിൻ്റെ മാർക്കുണ്ടായിരുന്നത്. 40 എണ്ണം കണ്ടുണ്ടായിരുന്നു എന്നോ പറയുന്നു. പിന്നെ അടുത്തത് വന്ന് 39, അടുത്ത 35. ഇതെല്ലാം ഞാൻ ഇങ്ങനെ അതിൻ്റെ വിശദമായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ നിറയെ പേരും ഇത് ബിഗ് ബോസ് കാണുന്നവരാണ്. രാത്രിയിൽ നമ്മൾ വീട്ടിൽ കാണുന്നവരാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് നിങ്ങളും കണ്ടു കാണും. അപ്പം ഞാൻ എൻ്റെ ഈ വീഡിയോ ലെങ്ത് കൂടുമെന്നുള്ളൊരു ആകാംക്ഷയിലാണ് എനിക്ക് എത്രയും പെട്ടെന്ന് ചുരുക്കി ഇതവിടെ പോയ സംഭവം പറഞ്ഞ് തീർത്താൽ മതിയെന്ന്. അതുകൊണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണ്, എപ്പിസോഡ് കണ്ടിട്ടുള്ളവരാണ്. ഇതൊക്കെ തന്നെ ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഈ ഒരു ടാസ്കിൻ്റെ ഈ ലിപ്സ്റ്റിക്ക് വെച്ച് ഉള്ള ഈ ഒരു ടാസ്കിൻ്റെ കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ ടാസ്ക് ഞങ്ങൾ അവിടെ ഇരുന്ന് കാണുന്നില്ല. ഇത് കഴിഞ്ഞ് അതകത്ത് നടന്നു കഴിഞ്ഞ് ലാസ്റ്റ് ലാലേട്ടൻ വന്ന് ഞങ്ങളോട് പറയുമ്പോഴാണ് ഈ ടാസ്ക് കഴിഞ്ഞെന്നും ബിഗ് ബോസ് വീട്ടിനകത്ത് കാണിക്കുമ്പോഴാണ് അതിൻ്റെ എല്ലാം കാണുന്നത്. പിന്നെ അവർ ടാസ്കിൽ വിജയിച്ചവർക്കുള്ള അതിൻ്റെ അതെല്ലാം കഴിഞ്ഞ് പിന്നീടാണെങ്കിൽ അവർക്ക് ഓരോ പ്രൈസുകളും അതൊക്കെ കൊടുക്കുന്നതൊക്കെ നിങ്ങൾ TV കണ്ടിട്ടുണ്ടായിരിക്കും. അതൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ പറഞ്ഞാൽ വീഡിയോ നീളം കൂടിപ്പോവും. ഇതെപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുവാണെങ്കിൽ ബോറടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തേരെ, അതേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. പിന്നെ വേറെ എന്താന്ന് പറഞ്ഞാൽ പിന്നെ ശ്രീരേഖ അടുത്ത് വന്നിട്ട് എവിക്ഷൻ്റെ ഇതാണ് അവിടെ നമ്മൾ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ നിങ്ങൾ കാണണമെന്ന് ഞാൻ പറയുന്നില്ല. എവിക്ഷൻ്റേത് പറയാം. എവിക്ഷൻ്റേതാണെങ്കിൽ അത് ബിഗ് ബോസ് ആണ് പറയുന്നതെന്ന് പറഞ്ഞു. ആരാണെന്നുള്ള ബിഗ് ബോസ് പറയുമെന്നും പറഞ്ഞിട്ട് ലാലേട്ടൻ പോയി. അതിനുശേഷം പിന്നീട് അവിടെ ലാലേട്ടൻ അങ്ങനെ പറഞ്ഞ് പോകുന്നതിന് മുമ്പ് പറഞ്ഞു ആരാണെന്നുള്ളത് ബിഗ് ബോസ് തീരുമാനിച്ച് അതിനുശേഷം ഇവിടേക്ക് വരാൻ, എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്കായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ അതിൻ്റെ പ്രക്രിയയൊക്കെ നടന്നെന്ന് തോന്നുന്നു. അതും ഒരു ടാസ്കൊക്കെ ഉണ്ടായിരുന്നു. അതും നമ്മൾ അവിടെ ഇരുന്ന് കാണുന്നില്ല. നമ്മൾ വീട്ടിൽ നിന്ന് TV കാണുന്ന കൂട്ടും ഒന്നും നമ്മൾ അവിടെ കാണുന്നില്ല. അത് ബിഗ് ബോസ് വീട്ടിനകത്ത് നടക്കുന്നു. ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകരും ലാലേട്ടനും അവരെല്ലാവരും ചേർന്നിരുന്ന് അത് കാണുന്നു എടുക്കുന്നു ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഓഡിയൻസ് അത് കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് ശ്രീരേഖ, ലാലേട്ടൻ വന്നിട്ട് ശ്രീരേഖയാണ് ഇങ്ങനെ എവിക്റ്റ് ചെയ്ത് വരാം എൻ്റെ അടുത്തേക്കെന്ന് പറയുന്നു. ശ്രീരേഖ വരുന്നു. പിന്നെ എങ്ങനെ നിങ്ങൾ TV കാണുന്നവരാണെങ്കിൽ കണ്ടില്ലേ ശ്രീരേഖയോട് ചോദിക്കുന്നത് ഇതൊക്കെ. ശ്രീരേഖ അതെല്ലാം നന്നായി പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ അവിടെ ഈ ശ്രീരേഖ വെളിയിൽ വരാനുള്ള എവിക്ഷൻ്റെ ആ പ്രക്രിയ ഞാനും വന്നിട്ട് കാണുന്നത് നമ്മൾ TV-യിൽ നമ്മുടെ വീട്ടിൽ വന്ന ആ സൺഡേയിൽ അത് വിടുമ്പോൾ, അതായത് സാറ്റർഡേ 2 എപ്പിസോഡായിട്ട് എടുത്താണ് ഇത് സൺഡേയിലേയും കൂടെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഈ സൺഡേയിലേത് കാണുമ്പോഴാണ് ഈ ശ്രീരേഖ എവിക്റ്റ് ആയത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് തന്നെ. കാര്യം ഉള്ളിൽ അത് നടക്കുമായിരുന്നു, അത് നമ്മളെ കാണിക്കുന്നില്ല. പിന്നാണല്ലോ നമ്മൾ TV കൂടെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് പറഞ്ഞത്. അതിനുശേഷം ശ്രീരേഖ വന്നു, എല്ലാം ചോദിച്ച് മറുപടിയൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ട പോലെ തന്നെ. പിന്നെ അവിടെ നിന്ന് നമ്മുടെ തൊട്ടടുത്തുകൂടായിരുന്നു ശ്രീരേഖ ഇറങ്ങിപ്പോയത് തന്നെ. ശ്രീരേഖ അവിടെ ഒരു ലേഡി അവരുടെ ടീമിലെ അങ്ങനെ തന്നെ ശ്രീരേഖയെ പിക്ക് ചെയ്തു. അപ്പം തന്നെ രാത്രിയായി, ഏകദേശം ഒരു 7:45 ആയി. ആ സമയത്താണ് അവർ ശ്രീരേഖയെ വന്ന് കൈക്ക് പിടിച്ചുകൊണ്ട് പോയത്. അങ്ങനെ പിന്നെ ശ്രീരേഖ പോയതിന് ശേഷം പിന്നെ അവിടെ നിന്ന് തന്നെ ലാലേട്ടൻ 1-2 കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. അന്ന് മദേഴ്സ് ഡേ ആയതും പിന്നെ ശ്രീരേഖ പോയതും അതങ്ങനെ അതിൻ്റെ ഇത് പറയുന്നുണ്ട്. അന്നൊരു പ്രത്യേക ദിവസമായിരുന്നല്ലോ. അതിന് ശേഷം പിന്നെ ലാലേട്ടൻ സാധാരണ നിങ്ങൾ TV കാണുന്ന പോലെ തന്നെ അങ്ങനെ അകത്തോട്ട് ഇങ്ങനെ കയറി പോകുന്നുണ്ട്, ബൈയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അതിന് ശേഷം പിന്നെ എൻട്രൻസിൽ വന്ന് നിന്നതിന് ശേഷം പിന്നെ തിരിച്ച് കുറച്ചിങ്ങോട്ട് മുന്നോട്ട് വന്നിട്ട് ഓഡിയൻസിനോട് താങ്ക് യു, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു.
അപ്പോൾ തന്നെ രാത്രിയായില്ലേ, വിട്ടപ്പോൾ 8 മണിയായി. സൺഡേയിലെ പ്രോഗ്രാം, അതായത് സാറ്റർഡേ ഉച്ച കഴിഞ്ഞാണല്ലോ തുടങ്ങിയത്. ആ എപ്പിസോഡ് തീർന്നപ്പം രാത്രി 8 മണിയായി. അപ്പോൾ ലാലേട്ടൻ ഗുഡ് നൈറ്റ് പറഞ്ഞു ഓഡിയൻസിനോടായിട്ട് പോയി. ഞങ്ങളെല്ലാം വേഗം തന്നെ അവിടുന്ന് പെട്ടെന്ന് എല്ലാവരും ഇറങ്ങി വെളിയിൽ വന്നു. അപ്പോൾ തന്നെ നല്ല ഇരുട്ടായി. അവിടുന്ന് പിന്നെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ അവിടുത്തെ ഒരു നിങ്ങൾക്ക് കാണാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുക കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഈ അന്ന് സാറ്റർഡേ ബിഗ് ബോസിൽ പോയതും സാറ്റർഡേയിലെ സൺഡേയിലെ എപ്പിസോഡ് അവിടെ കണ്ടതും. രാവിലെ 9:30 അവിടെ എത്തി. രാത്രി 8 മണിക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഓടിപ്പാഞ്ഞ് പിന്നെ വേഗം തന്നെ 8 മണിയായല്ലോ. എല്ലാവരുമൊക്കെ ഇറങ്ങി, നമ്മളും ഓടിപ്പാഞ്ഞ് തിരിച്ചു പോന്നു. അങ്ങനെ അതൊരു നല്ല അനുഭവമായിരുന്നു കേട്ടോ. എനിക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു. അത് നിങ്ങളുമായിട്ട് പങ്കുവച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ 8 മണി ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേ ഗേറ്റിന് വെളിയിൽ വന്നപ്പം കണ്ട കാഴ്ചയായി ഇതൊക്കെ. രാവിലെ ആയിരുന്നു കുറേ കൂടെ ആൾക്കാർ കൂടുതൽ കേട്ടോ. ഉച്ച വരെയുള്ള ഈ സാറ്റർഡേ എപ്പിസോഡ് കഴിഞ്ഞപ്പം കുറേ ആൾക്കാരൊക്കെ പോയി. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇവന് കിടപ്പൊക്കെ ആയി. 8 മണിയായല്ലോ. ഇവിടുത്തെ സ്വന്തം ആളാന്ന് തോന്നുന്നു. അവൻ കിടന്നു ചാച്ചി. പിന്നെ അതുകൊണ്ട് ഇവന്മാരിവിടെ വട്ടം കൂടി നിൽപ്പുണ്ട്. പട്ടിക്കുട്ടന്മാരെല്ലാം കുറേ പേരുണ്ട് അവിടെ. ഇരുട്ടൊക്കെ നല്ല ഇരുട്ടായല്ലോ. അതാണ് ഞാനെന്നാ ഇറങ്ങിയപ്പോൾ നിങ്ങളെ ഇവിടുത്തെ രാത്രി കാഴ്ചകളും കൂടെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് എടുത്തത് കേട്ടോ. പോകേണ്ട ഈ രാത്രിയൊക്കെ ആയപ്പം വേഗം തിരിച്ചു പോകണം. എന്നാലും ശരി, നിങ്ങൾക്ക് വേണ്ടി ഈ കാഴ്ചകളും കൂടെ ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു. ഇത്രയൊക്കെ ഉള്ളായിരുന്നു അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പം കാണിക്കാനുള്ളത്. എല്ലാവരുമൊക്കെ ബാക്കിയുള്ളവരൊക്കെ പോകാൻ റെഡിയാകുന്നു. ഈ റോഡ് ഇങ്ങനെ നേരെ അങ്ങോട്ട് പോകണം. ഈ പുതുമണ്ണ് ഉള്ള റോഡാണ്. പുതുമണ്ണിൻ്റെ റോഡൊക്കെയാണ്, മണ്ണിട്ട റോഡ്. അവിടെ നിന്ന് അതുകൊണ്ട് അവിടെ വന്നിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് പിന്നെ ഒരു ഷെയ്ഡ് കണ്ടില്ലേ, അത് അവിടെ ഈ എൻട്രൻസ്. അപ്പം നല്ല ഇരുട്ടി കണ്ടില്ലേ. എൻട്രൻസിൻ്റെ അവിടെ ചെന്നിട്ട് പിന്നെ അതുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഹൈവേയാണ്. പിന്നെ നമ്മൾക്ക് എവിടെ പോകണമെന്നാൽ അവിടെ നമ്മൾ തിരിയുക, അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങളാരെങ്കിലും സ്ത്രീകളും കുട്ടികളും ഒക്കെ മാത്രം വരുന്നവരാണെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ അറിയിച്ചാൽ എന്നെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്തു തരും കേട്ടോ. ഈ ബിഗ് ബോസ് സെറ്റിലൊക്കെ വന്ന് കാണണമെന്നുണ്ടെങ്കിൽ വല്ല ഭക്ഷണ കാര്യമോ വല്ല തങ്ങാൻ ഉള്ളതോ പിന്നെ തിരിച്ചു പോകാനുള്ള നിങ്ങൾക്ക് അത്രയ്ക്കൊന്നും അറിയത്തില്ലെങ്കിൽ ഹെൽപ്പ് ചെയ്തു തരാം.